ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എൻ്റെ ഗാലറിയിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ബീൻ ബാഗ് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത സമയത്ത് ആമസോണിൽ നിന്നാണ് ഓർഡർ ആക്കിയത്. അപ്പം ഭയങ്കര എനിക്ക് ഇഷ്ടമായി അതിൻ്റെ കളറ്. അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം വിചാരിച്ചിട്ടോ. അപ്പോൾ ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ കുറച്ചായിട്ട് ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബീൻ ബാഗ് വാങ്ങിച്ചപ്പം ഇതിൻ്റെ കളേഴ്സ് വരുന്നവർക്ക് എല്ലാവരും പറഞ്ഞത് കളർ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന്. കാരണം മറ്റുള്ള ഫർണിച്ചേഴ്സായിട്ട് നല്ല മാച്ചായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ക്വാളിറ്റി ഒക്കെ നല്ല ചിലപ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാൻ എനിക്കൊരു പേടി കേട്ടോ, നന്നാവോ ഇല്ലേ എന്നൊക്കെ. പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫാദീനെ ഓൺലൈൻ ക്ലാസ്സിലാട്ടോ ചേർത്തിയത്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിന് ഫാദീനെ എന്തിനാ ഓൺലൈനിൽ ചേർക്കണേ, ഓഫ്ലൈനിൽ ചേർത്തിടായിരുന്നോ എന്നൊക്കെ. അപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്പം അങ്ങനെയായിരുന്നു കേട്ടോ പറ്റിയത്, ഞങ്ങൾ ഗൾഫിലായതുകൊണ്ട്. അതിന് ശേഷം ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം സാഹചര്യം കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് ഓക്കെ ആയി തുടങ്ങി ഓൺലൈന്. പിന്നെ ആണെങ്കിൽ മോർണിംഗിൽ നമ്മൾ രാവിലെ അംഗനവാടിയിൽ വിടും, രാത്രി ഓൺലൈൻ ക്ലാസ്. വീക്ക്ലി 3 ഡേയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇവരൊരു മാജിക് ബോക്സ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇത് മാജിക് ബോക്സ് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ബുക്സ് മാത്രമല്ല, ഇതിൽ ബലൂണും ബോൾസും കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിംസൊക്കെ കളിക്കാനുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ. അതേപോലെ ആൽഫബറ്റ്, പിന്നെ മറ്റുള്ള ഹിന്ദി, മലയാളം ഒക്കെ അക്ഷരങ്ങൾ, പിന്നെ കുറച്ച് പിക്ചർ കാർഡ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ കുട്ടികൾ അട്രാക്റ്റ് ആവും കേട്ടോ. ഇത് ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ബോട്ടിൽ ടീഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീക്ക്ലി 3 ഡേയ്സ് അവർക്ക് കളർ ചേഞ്ച് ചെയ്തിട്ടിടാനുള്ള. അപ്പോൾ മൺഡേ ഒരു കളർ ഗ്രീൻ, അങ്ങനെയൊക്കെ ടീഷർട്ട് ഇതിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇത് പിന്നെ ഫീസിൽ ഇൻക്ലൂഡഡ് ആട്ടോ, ഈ മാജിക് ബോക്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഈ മാജിക് ബോക്സ് എനിക്കും എക്സൈറ്റ്മെൻറ്റ് ഇനി ഓപ്പൺ ചെയ്യാൻ, ഫാദിക്കും എക്സൈറ്റ്മെൻറ്റ് ഇനി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. അഥവാ ഇനി ഓൺലൈനിലൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അബ്രോഡുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ യൂസ്ഫുൾ ആയാലോ വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ മക്കളിരിക്കണം കേട്ടോ. ഫസ്റ്റ് ടൈം ഫാദി ഒരു ഇരിക്കാനൊക്കെ ഭയങ്കര ഉഴപ്പായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ ആ ഒരു ട്രാക്കിലോട്ട് കയറി. കുട്ടികൾ ഓൺലൈനിൽ ഇരുന്ന് വരാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ അംഗനവാടിയിൽ വിടണതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം മോർണിംഗിൽ അംഗനവാടി, രാത്രി ഓൺലൈൻ ആകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാതാണ് പോണത്. പിന്നെ 3 ഡേയ്സ് മാത്രം ക്ലാസ് ഓൺലൈൻ തന്നെ ഭയങ്കര എന്നും രാത്രി വന്ന് പഠിക്കണം അങ്ങനെയൊന്നുമില്ല. 3 ഡേയ്സ് ബാക്കി ഡേയ്സൊക്കെ നമുക്കിങ്ങനെ കളിച്ചുകൊണ്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടാണ് അവർ ക്ലാസ് നടത്തണത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതാനൊന്നും ഇല്ല കേട്ടോ. അതായത് അവരെ കൈയൊന്ന് റെഡി ആവണവരേക്കും ചെറിയ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവർ ഇതാക്കണത്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻസൊക്കെ കുറവാണ്, എങ്കിൽ കൂടിയും 1-2 കമൻറ്റൊക്കെ വരും കേട്ടോ. അതിൽ ഇടയ്ക്കൊക്കെ ഞാൻ കാണലുണ്ട് ഫാദിൻ്റെ ഹെയർ കട്ടിൻ്റെ വ്ളോഗ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടോ. പക്ഷെ എന്താ വെച്ചാൽ ഫാദിൻ്റെ ഹെയർ കട്ടിൻ്റെ വ്ളോഗിൽ സത്യത്തിലൊന്നും കാണിക്കാനില്ല. കാരണം കുറച്ച് നേരമൊക്കെ ഓക്കെ ആയിട്ടിരിക്കും, പിന്നെ അവന് കരയാൻ തുടങ്ങും, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എന്താ പറയുക, ആ കരയണത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക ഹെയർ കട്ട് വ്ളോഗ് എടുക്കണം എന്ന് എനിക്ക് തോന്നലില്ല. പിന്നെ എന്തെങ്കിലും പറയണ സമയത്ത് എന്നാൽ പിന്നെ ഹെയർ കട്ട് ചെയ്യാം. അപ്പോൾ ഈ കമൻറ്റ് വന്ന സമയത്ത് എന്നാൽ ഫാദിൻ്റെ ഹെയർ കട്ടൊന്ന് ചെയ്യാൻ വിചാരിച്ചിട്ട് പോയിട്ട് ഹെയർ കട്ട് ചെയ്താൽ കേട്ടോ. പ്രത്യേകിച്ച് അതിലൊന്നുമില്ല, ഓന് കരഞ്ഞുകൊണ്ട് നിൽക്കും പകുതി എത്തുമ്പോൾ. പിന്നെ എന്താ വേറെ മോഡലൊക്കെ ഇങ്ങനെ ഹെയർ കട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കട്ടോ. പക്ഷെ ഇങ്ങനെ കരയണ സമയത്ത് വേഗം പെട്ടെന്ന് കഴിയണം എന്നുള്ള രീതിയിൽ ഒരു സിമ്പിൾ ഹെയർ കട്ട് ചെയ്തിട്ടാണ് ഇറങ്ങൽ. അപ്പോൾ വെറുതെ വീട്ടിലിരുന്നപ്പോൾ പിന്നെ ചായ കുടിക്കാൻ പോയാലോ എന്ന് പ്ലാൻ ആക്കിട്ടോ. ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങും അങ്ങനെ ചായ കുടിക്കാൻ. അപ്പോൾ ലോഡഡ് ഫ്രൈസ് വാങ്ങി കഴിക്കുക വെച്ചിട്ടോ. ഫസ്റ്റ് ടൈം ലോഡഡ് ഫ്രൈസ് കഴിച്ച സമയത്ത് എനിക്ക് ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് തരുന്ന വഴിയായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഈ ലോഡഡ് ഫ്രൈസ് ഒക്കെ കഴിക്കണമെങ്കിൽ കുറച്ചെങ്കിലും വയറിന് ഗ്യാപ്പ് വേണമെന്ന്. ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, എനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞ്. പക്ഷെ എനിക്കത് കംപ്ലീറ്റ് എന്താ പറയുക തിന്നാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ ഹസ്ബൻഡ് തന്നെ തിന്നത്. പിന്നെ ഞാനും വേണ്ടാതെ തിന്നുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അതിന് ശേഷം ലോഡഡ് ഫ്രൈസ് വാങ്ങിച്ചിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ലോഡഡ് ഫ്രൈസ് വാങ്ങുന്നത് ഇപ്പോഴാട്ടോ. പക്ഷെ അവരെന്നോട് ചോദിച്ചു ലോഡഡ് ഫ്രൈസ് നോർമൽ വേണോ ഷവർമൻ്റെ വേണോ, ഷവർമൻ്റെ ചിക്കൻ്റെ വേണോയെന്ന്. അപ്പോൾ ഷവർമൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷവർമ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഷവർമൻ്റെ ആയിക്കോട്ടെ എന്ന്. പക്ഷേ എന്താ വെച്ചാൽ വലിയ ലൈക്ക് ആയില്ലോട്ട്. ഷവർമൻ്റെ ചിക്കൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ചെറിയ ചെറിയ പീസായിട്ടായിട്ടുള്ളത്. ഞാൻ അങ്ങനെ ആണോ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണോ എന്താ അറിയില്ല. പക്ഷേ എന്താ പറയുക
പറ്റിയില്ല. പിന്നെ ലോഡഡ് ഫ്രൈസ് എങ്ങനെ പോയാലും എന്താ പറയുക വേഗം നമുക്ക് വയറ് ഭയങ്കരമായിട്ട് ഫുള്ളാവും. പക്ഷെ ഓക്കെ കുഴപ്പമില്ല, നല്ല സ്പൈസി ഒക്കെ ആയിട്ടോ. ആ എരിവ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ പിറ്റേന്ന് ഒരു ഷവർമ്മ തന്നെ അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.